പാർലമെന്റ് വളപ്പിൽ മിമിക്രി നടത്തുന്ന രാഹുൽ ഗാന്ധി പക്വതയില്ലാത്ത ഒരു കോളേജ് കുമാരനെ പോലെയാണ് പെരുമാറുന്നതെന്ന് വിമർശിച്ച് രാജ്യസഭാ നേതാവും ബി.ജെ.പി. അധ്യക്ഷനുമായ JP നദ്ദ. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഒരു ഭരണഘടനാ പദവിയെന്നിരിക്കെ പാർലമെന്റ് വളപ്പിലും ലോക്സഭയിലും രാഹുൽ അദ്ദേഹത്തിന്റെ മിമിക്രി നടത്തുന്നു. കൂടാതെ അതിന്റെ വീഡിയോ നിർമ്മിക്കുകയും അത് തുടരാൻ രാഹുൽ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ത് അസംബന്ധമാണെന്നാണ് നദ്ദ ചോദിച്ചത്. കോൺഗ്രസ് പാർട്ടിയും സോണിയാഗാന്ധിയും ഇതിനെതിരെ ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. കോൺഗ്രസ് ജനാധിപത്യ സംവിധാനത്തെ പലതവണ ദ്രോഹിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾ വൈകിപ്പിക്കാനും വഴിതിരിച്ചുവിടാനും കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നു. ജോർജ് സോറോസ് എന്ന വ്യക്തി രാജ്യത്തിന്റെ സുസ്ഥിരത തകർക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിഞ്ഞപ്പോൾ രാജ്യത്തെ ജനങ്ങൾ വളരെ അസ്വസ്ഥരാണ്. സോണിയാഗാന്ധിയും ജോർജ് സോറോസും തമ്മിലുള്ള ബന്ധം അറിയാൻ രാജ്യം ആഗ്രഹിക്കുന്നു. തങ്ങൾ പൊതുജനങ്ങൾക്കിടയിൽ പോയി ഈ വിഷയം ഉന്നയിക്കുമെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഡിസംബർ 10-ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റ് വളപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വ്യവസായി ഗൗതം അദാനിയുടെയും മുഖംമൂടി ധരിച്ചവരുമായി ഒരു പരിഹാസ അഭിമുഖത്തിൽ ഏർപ്പെട്ടതാണ് നദ്ദയെ കൂടുതൽ ചൊടിപ്പിച്ചത്. ഇതിനു പുറമെ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ ചെയർമാനുമായ ജഗ്ദീപ് ധൻഖറിനെതിരായ പരാമർശത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെക്കെതിരെയും JP നദ്ദ വിമർശിച്ചു. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ രാജ്യസഭാ ചെയർമാനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. ചെയർമാന്റെ റൂളിംഗ് അന്തിമവും സംശയാതീതവുമാണെന്ന വിവരം വളരെ മുതിർന്ന നേതാവായ മല്ലികാർജുൻ ഖാർഗെക്ക് ഉണ്ടായിരിക്കണം. ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അപലപനീയമാണ്. ഇത് വളരെ നിർഭാഗ്യകരമാണെന്നും നദ്ദ കിട്ടിയ അവസരത്തിൽ പറഞ്ഞിരുന്നു. കൂടാതെ മല്ലികാർജുൻ ഖാർഗെക്ക് പാർലമെന്റിൽ സംസാരിക്കാൻ മതിയായ അവസരങ്ങൾ നൽകിയിട്ടുണ്ടെന്നും എന്നാൽ അദ്ദേഹം സംസാരിക്കില്ലെന്ന് രേഖകളിൽ പറഞ്ഞിട്ടുണ്ടെന്നും നദ്ദ പറഞ്ഞു. സഭയിൽ സഹകരിക്കാതിരിക്കുക എന്നതാണ് കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെന്ന് ഇത് കാണിക്കുന്നു. പാർലമെന്റിന്റെ പ്രവർത്തനത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ അവർ ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. തന്റെ അടുത്ത സ്ഥാനക്കയറ്റത്തിനായുള്ള സർക്കാർ വക്താവിനെ പോലെയാണ് ജഗ്ദീപ് ധൻഖർ പെരുമാറുന്നതെന്നാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ആരോപിച്ചത്. കൂടാതെ രാജ്യസഭയിലെ ഏറ്റവും വലിയ അലങ്കോലക്കാരൻ ചെയർമാൻ തന്നെയാണെന്നും അദ്ദേഹം ആരോപിച്ചിരുന്നു. ഇതിനും കൂടി മറുപടിയാണ് നദ്ദ നൽകിയത്. അതേസമയം എന്തു പ്രശ്നങ്ങൾ ഉണ്ടായാലും പാർലമെന്ററി നടപടികൾ നിലനിർത്തേണ്ടത് വളരെ പ്രാധാന്യം നിറഞ്ഞ കാര്യമാണെന്ന് വ്യക്തമാക്കി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു രംഗത്ത് വന്നിരുന്നു. സമാജ്വാദി പാർട്ടി, TMC, കോൺഗ്രസ് എന്നിവയിൽ നിന്നുള്ള നിരവധി MP-മാർ സഭയിൽ സംവാദത്തിനും ചർച്ചയ്ക്കും ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. എന്തു പ്രശ്നങ്ങൾ ഉണ്ടായാലും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തരുത്. സമാജ്വാദി പാർട്ടിയുടെയും TMCയുടെയും കോൺഗ്രസിന്റെയും MP-മാർ ഉൾപ്പെടെ നിരവധി MP-മാർ തന്റെ അടുത്ത് വന്നിട്ടുണ്ട്. രാജ്യസഭയിലെ മുഴുവൻ കോൺഗ്രസ് പാർട്ടിയും സഭയിൽ സംവാദത്തിനും ചർച്ചയ്ക്കുമായി കാത്തിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ പാർലമെന്റ് നടപടികളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കാത്തത് രാഹുൽ ഗാന്ധി മാത്രമാണെന്നും ഒരുപക്ഷെ രാഹുൽ ഗാന്ധി പാർലമെന്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല എന്നും എന്നാൽ മറ്റെല്ലാ MP-മാർക്കും സഭയിൽ സംവാദങ്ങളും ചർച്ചകളും നടത്താൻ വളരെ താല്പര്യമുണ്ടെന്നും നേതാവ് പറഞ്ഞിരുന്നു. മാത്രമല്ല ഓരോ MP-യും അവരുടെ മണ്ഡലത്തെക്കുറിച്ച് ആശങ്കാകുലരാണെന്നും റിജിജു പറയുകയുണ്ടായി. ഇതിനു പുറമെ ജോർജ് സോറോസും കോൺഗ്രസ് നേതൃത്വവും തമ്മിലുള്ള ബന്ധം BJP ഉന്നയിച്ച ആരോപണമല്ല എന്നും ഇത് ഒരു പൊതു റിപ്പോർട്ടാണ് എന്നും എല്ലാവർക്കും അത് അറിയാമെന്ന കാര്യവും കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞിരുന്നു.